വയറ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ചെയ്യുന്നൊരു വർക്ക് 2-3 വർക്കൗട്ടാണിത്. ഇതിപ്പോൾ നമുക്കൊരു 50-60 വയസ്സായ ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും നമുക്ക് നടക്കാത്ത കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വർക്കൗട്ടാണ് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കിയിട്ട് വരാവേ. ഓക്കെ, ഇതുപോലെ ഒന്ന് കറക്റ്റ് സ്റ്റാൻഡിങ് പൊസിഷനിൽ നിൽക്കുക. എന്നിട്ട് അതുപോലെ നമ്മൾ കൈ ഒന്ന് ഇങ്ങനെ പിടിക്കുക, കാല് സൈഡിലേക്ക് നീക്കുക, തിരിച്ച് വയ്ക്കുക, വീണ്ടും സൈഡിലേക്ക് കൊടുക്കുക, കാല് തിരിച്ച് വയ്ക്കുക. നന്നായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്താൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഒട്ടും പഠിക്കാണ്ട് ചെയ്തോളൂ. ഇപ്പോൾ ചെയ്യുമ്പോൾ ഒരു 10 വട്ടം ചെയ്ത് നിർത്താൻ നോക്കണ്ട. മാക്സിമം നമുക്ക് എപ്പോഴും ചെയ്യുമ്പോൾ ഒരു 50 എടുക്കുന്നതല്ല. ഇപ്പോൾ 50 ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. തീരെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 30 എടുക്കുക ഫസ്റ്റ്. പിന്നെ അതിന് ശേഷം 50 ആക്കുന്നതാണ് എപ്പോഴും നല്ല കേട്ടോ. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളെപ്പോഴും ഒരു ഏജൊക്കെ കഴിയുമ്പോൾ നമുക്ക് അധികം ചാടിയും വർക്കൗട്ടിലൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പറ്റുന്നില്ല, നമുക്ക് ചെയ്യണം പക്ഷെ ആഗ്രഹമുണ്ട് പക്ഷെ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വെച്ചിട്ട് ചെയ്യാണ്ടിരിക്കേണ്ട. അതുകൊണ്ടാണ് ഇത് വളരെ സിമ്പിളായിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മുടെ മേൽവയറിനാണെങ്കിലും ശരി തന്നെ, അടിവയറിനാണെങ്കിലും സൈഡ് ഫാറ്റിനാണെങ്കിലും ബാക്ക് ഫാറ്റിനാണെങ്കിലും ഒക്കെ നമ്മളിത് ഒരുപാട് ഗുണം ചെയ്യുന്നൊരു മൂമെൻറ്റ്സാണിത്. ഇപ്പോൾ നമ്മൾ സൂംബയിലൊക്കെ ഒത്തിരി അധികം യൂസ് ആക്കുന്നുണ്ട്. നമ്മൾ സൂംബ ചെയ്യുമ്പോൾ ഇത് കുറേ അധികം എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു മ്യൂസിക്കൊക്കെ ഇട്ട് ചെയ്യുമ്പോൾ നമ്മൾ പോലും അറിയില്ല നമ്മളിങ്ങനെ ആ മൂമെൻറ്റ്സ് കൊടുത്തങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് വരുന്നത് ഇതേപോലെ ഹിപ്പ്, ഇടുപ്പ് ഇങ്ങനെ ആട്ടുന്ന കേട്ടോ. ഇത് നമ്മുടെ സൂംബയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഏത് സോങ് എടുത്ത് നമ്മൾ ചെയ്താലും ഇടുപ്പ് അനക്കാത്ത ഒരു മൂമെൻറ്റ്സ് ഉണ്ടാവില്ല സൂംബയിൽ. കാരണം അത്രത്തോളം നമുക്ക് ഈ ഇടുപ്പ് ഇങ്ങനെ മൂവ് ചെയ്യുന്നത് അത്രയും നല്ല. കാരണം നമ്മുടെ ബോഡിയുടെ ഷേപ്പ് നന്നായിട്ട് നമുക്ക് കിട്ടും, നല്ല ബോഡി ഷേപ്പ്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ കൈയും കൂടെ യൂസ് ആക്കുന്നുണ്ട്. കൈ ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പിലാണ് നമ്മൾ യൂസ് ആക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇതേ ചെയ്യുന്നുണ്ടോ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സൈഡ് ഫാറ്റിനൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. കാരണം നല്ല രീതിയിൽ നമ്മളെ ബോഡി നല്ല ഷേപ്പാവും. അപ്പോൾ ഇത് പിന്നെ കൈ പോകുന്ന മൂമെൻറ്റ്സ് നന്നായിട്ട് ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ഇടുപ്പിങ്ങനെ ആട്ടിക്കൊണ്ടേ ഇരിക്കുക. അതിൻ്റെ കൂടെ കൈ ഡിഫറെൻറ്റ് ടൈപ്പിൽ നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ഇതേപോലെ എടുക്കുന്നു, പിന്നെ നേരെ കൈ മുന്നിലേക്ക് കൊണ്ടുവരുന്നു, പിന്നെ വീണ്ടും സൈഡിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മാറ്റി എടുക്കും. പിന്നെ നമുക്ക് നേരെ മുകളിലേക്ക് എടുക്കേണ്ടത് ഇത് കണക്കുണ്ടോ. ഇത് എടുക്കുമ്പോഴല്ലോ നമുക്ക് സ്വന്തമായിട്ട് തിരിച്ചറിയാൻ പറ്റും. നമ്മുടെ ഈ ബാക്ക് ഫാറ്റൊക്കെ ഉണ്ടല്ലോ, നന്നായിട്ട് ഇങ്ങനെ ആ ബാക്ക് ഭാഗമൊക്കെ സ്ട്രെച്ചിങ് ആവുന്നതൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും ചെയ്യുമ്പോൾ. കാരണം നമ്മുടെ ഈ കൈക്ക് കൊടുക്കുന്ന മൂവ്മെൻറ്റ്സിലാണ് നമുക്ക് ഈ ബഡ്ജ് ചെയ്ത് നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ, നമുക്ക് ഉടുപ്പൊക്കെ ഇടുമ്പോൾ അറിയാമല്ലോ, ആ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് കുറയുന്നത് നമ്മുടെ ഈ കയ്യിൽ കൊടുക്കുന്ന മൂവ്മെൻറ്റ്സിലാണ്. നമ്മൾ പ്രത്യേകം തന്നെ കൈക്ക് മൂവ്മെൻറ്റ്സ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് ഈ ബാക്ക് ഫാറ്റൊക്കെ നന്നായിട്ട് കുറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഈ നമ്മുടെ ബെല്ലിക്ക് കൊടുക്കുന്ന ആ വർക്കൗട്ടിൻ്റെ കൂടെ തന്നെ നമ്മൾ കൈയും കൂടെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഡബിൾ ഗുണമാണ് ഉണ്ടാകുന്നത്. കാരണം നമ്മുടെ ബാക്ക് ഫാറ്റ് കൂടി അതിലൂടെ പോവുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഇത് കണ്ടോ, ബോഡി നല്ല ഷേപ്പോ ഞാനിപ്പോൾ കാണിക്കുന്ന മൂവ്മെൻറ്റ്സ് ഉണ്ടോ നല്ല രീതിയിൽ ബോഡി ഷേപ്പായി കിട്ടും. ഇത് പിന്നെ വരുന്നത് കൈ ഇതുപോലെയാണ് വരുന്നത് കേട്ടോ. കണ്ടോ, ഇത് മെല്ലെ എടുക്കുക. പിന്നെ നമ്മൾ ചെയ്ത് നല്ല പ്രാക്ടീസൊക്കെ ആകുമ്പോൾ നല്ല സ്പീഡിൽ എടുക്കാൻ പറ്റും. അത് എല്ലാ മൂവ്മെൻറ്റ്സും അങ്ങനെ ഞാൻ ആദ്യം കാണിച്ചു തരുന്നാലും പിന്നെ ഇപ്പോൾ കാണിക്കുന്നതായിരുന്നാലും ഫസ്റ്റ് സ്ലോയിൽ എടുത്ത് തുടങ്ങുക. പിന്നെ നമുക്ക് നല്ല ദിവസവും നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്ക് നല്ല ഈസി ആയിട്ട് വരും. പിന്നെ വീണ്ടും കൈ നമ്മളിങ്ങനെ മാറ്റി കൊടുത്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ സൈഡിലേക്ക് കൊടുക്കുക, മുന്നോട്ട്, പിന്നെ ഇങ്ങനെ ക്രോസിന് കൊടുക്കുക. അതൊക്കെ ഇങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ മാറ്റി കൊടുത്തുകൊണ്ടേ ഇരിക്കും. നിങ്ങൾക്ക് എത്ര ടൈം വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഇത് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ല കേട്ടോ. ഇത് നമ്മൾ ലെഗ് മൂവ്മെൻറ്റ്സാണ്, നമ്മൾ ബെല്ലി ഫാറ്റിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ചേർന്ന് നിൽക്കേണ്ട, ഇതേപോലെ കൈ സ്ട്രൈറ്റ് പിടിക്കുക, ഇതേ വിളിക്കുക. ഇത് ഫസ്റ്റ് തുടങ്ങുമ്പോൾ സ്ലോയിൽ ഇതേ കണക്ക് തുടങ്ങുക. നമ്മളെപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നതിനെ കാണിച്ച് നമ്മളിങ്ങനെ ചെയ്യുന്നതിനെക്കാട്ടിൽ നിങ്ങൾക്ക് സപ്പോർട്ട് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ കംഫർട്ടായിട്ട് ചെയ്യാൻ പറ്റും എപ്പോഴായിരുന്നാലും. ഓക്കെ, നമ്മളിങ്ങനെ അല്ലാണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട്, പക്ഷേ സപ്പോർട്ട് എടുത്തോണ്ട് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും സപ്പോർട്ട് ചെയ്യാൻ പറയുന്നത് കേട്ടോ. ഒത്തിരി ഏജൊക്കെ ഉള്ളവർക്കാണെങ്കിൽ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് നല്ല രീതിയിൽ വർക്കൗട്ട് നിങ്ങൾ വിചാരിക്കുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഇതേ എടുക്കുമ്പോൾ ഇത് നമുക്ക് സ്ലോവിന് എടുത്ത് തുടങ്ങുക കേട്ടോ. ഇതിപ്പോൾ വളരെ ഞാൻ സ്ലോയിനാണ് എടുക്കുന്നത്. ഞാനിപ്പോൾ ഇതിൽ ചെയ്യുമ്പോൾ നമ്മുടെ ഉപ്പൂറ്റി നന്നായിട്ട് താഴ്ത്താണ്ടാണ് ഞാനിപ്പോൾ ഇതിൽ വർക്ക് ചെയ്ത് ഇതാണ് കണ്ടോ.
കാരണം നമ്മുടെ സെക്കൻഡ് ഹാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ കാഫ് മസിൽസ്, ഞാനിപ്പോൾ കാണിക്കുന്ന ഭാഗം, അവിടെ നല്ല രീതിയിൽ നമ്മൾ വർക്കൗട്ട് കൊടുത്ത് ആ മസിൽസിനെ നമ്മൾ ബലപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മുടെ സെക്കൻഡ് ഹാർട്ട് തന്നെയാണ് നമ്മൾ അവിടെ കൊടുക്കുന്ന, നമ്മൾ ആ മസിൽസിനെ ബലപ്പെടുത്തി എടുക്കുന്നതനുസരിച്ച് നമ്മുടെ ബോഡിക്ക് ഫുള്ള് അത് ഉപയോഗം ചെയ്യുന്ന, നമ്മുടെ ഹാർട്ടിന് ഉപയോഗം ചെയ്യുന്നതാണ്. മാത്രമല്ല നമുക്ക് കാലിൻ്റെ മസിൽസ് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ച് കാഫ് മസിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളിത് ചെയ്യുമ്പോൾ തന്നെ അതും കൂടെ നമുക്ക് ഏറ്റവും ഗുണമാണ്. പിന്നെ കുറേശ്ശെ നമ്മൾ കാല് കഴിക്കുമ്പോൾ നിർത്തിയിട്ട് ഇത് കണക്ക് കാല് നിലത്ത് ഉപ്പൂറ്റി ഊന്നി വെക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് അങ്ങനെ ചവിട്ടാം, അതായത് കണക്ക് ചവിട്ടാം. പിന്നെ വീണ്ടും നിങ്ങൾ പഴയതുപോലെ സ്റ്റാർട്ട് ചെയ്യുക. കുറച്ചുകൂടെ കാലുകൾ ഉയർത്തി ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ, പറ്റുമെങ്കിൽ. ഓക്കെ, കുറച്ചുകൂടെ ഉയർത്തി ചെയ്യാൻ നോക്കുക. പറ്റില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം കാണിച്ച പോലെ തന്നെ ചെയ്തോളൂ. നമ്മുടെ കാലിൻ്റെ മസിൽസിന് ഏറ്റവും നല്ലതാണ്, ഞാനിപ്പോൾ പറഞ്ഞ കണക്ക്. പിന്നെ അതുപോലെ നമ്മുടെ ബെല്ലി ഫാറ്റിന് നല്ലതാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ശ്വാസം എടുത്തുകൊണ്ട് ചെയ്യാൻ നോക്കുക. കണ്ടിന്യൂസ്ലി ചെയ്തിട്ടങ്ങ് പോകണ്ട, ശ്വാസം എടുത്തുകൊണ്ട് വേണം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ബോഡിക്ക് റിലാക്സ് കൊടുത്ത് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യുകയും ചെയ്യാം. അത്രയും ബുദ്ധിമുട്ട് തോന്നുമില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കുറേ നാളുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും ഇടാറില്ല, എന്നിട്ട് ഇപ്പോൾ കുറച്ച് തിരക്കായി ഇപ്പോൾ വീണ്ടും വന്നതാണ്. അപ്പോൾ പഴയ പോലെ സപ്പോർട്ടെല്ലാം ചെയ്യാനായിട്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, താങ്ക് യു. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട്